ലോകമൊന്നടങ്കം യുദ്ധഭീതിയിലൂടെ കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ വധവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ദൃശ്യങ്ങൾ ടെൽ അവീവിലെ സെർവറുകളിലേക്ക് തത്സമയം എത്തി. ടെഹ്റാനിലെ സുരക്ഷാ വിന്യാസം നിരീക്ഷിച്ച് ഖമൈനിയുടെ യാത്രാക്രമം മനസ്സിലാക്കി ഖമൈനി അടക്കം യോഗത്തിനെത്തിയവരുടെ കാറുകൾ നിർത്തിയിട്ട സ്ഥലത്തും ക്യാമറ ഉണ്ടായിരുന്നു. ആക്രമണ സമയത്ത് പാസ്റ്റർ സ്ട്രീറ്റിലെ ടെലിഫോൺ ടവറുകൾ തകരാറിലാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സുരക്ഷാ ജീവനക്കാർ വിളിക്കുമ്പോൾ ഫോണുകൾ തിരക്കില്ലെന്നായിരുന്നു മറുപടി. ജെറുസലേം പോലെ ടെഹ്റാനും തങ്ങൾക്ക് പരിചിതമെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വൃത്തങ്ങളുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഖമൈനിയുടെ വധം എങ്ങനെയാണ് ഇസ്രായേൽ നടപ്പാക്കിയത്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് അതിനെ ഇസ്രായേൽ ഒരുക്കിയത് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ ഖമൈനിയെ ലക്ഷ്യമാക്കാൻ രാഷ്ട്രീയ അനുമതി നൽകിയിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. പൊതുവെ ബങ്കറുകൾ ഉപയോഗിക്കാതിരുന്ന ഖമൈനി ആക്രമണ ഭീഷണിക്കിടെ 2 ബങ്കറുകളിൽ മാറി മാറി താമസിച്ചിരുന്നു എന്നാണ് വിവരം. യുദ്ധം തുടങ്ങിയാൽ ബങ്കറിലേക്ക് മാറുമെന്ന കണക്കുകൂട്ടലിൽ തുടക്കത്തിലെ ഖമൈനിയെ ലക്ഷ്യമിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബങ്കറിലേക്ക് പോയി കഴിഞ്ഞാൽ ഖമൈനിയെ പിന്നീട് പിടികിട്ടില്ല എന്ന് കരുതിയാണ് ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ ഖമൈനിയെ വധിക്കാനുള്ള നീക്കം നടത്തിയത്. ജൂണിലെ യുദ്ധത്തിൽ ഖമൈനിയെ വധിക്കാൻ ശ്രമിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ശനിയാഴ്ച പാസ്റ്റർ സ്ട്രീറ്റിലെ ഓഫീസിൽ നിർണായക യോഗമുണ്ട് എന്ന രഹസ്യ വിവരം CIA-ക്ക് ലഭിച്ചതായും ഇസ്രായേലിന്റെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അനുമതി ലഭിച്ചതോടെ ഖമൈനിയുടെ ഓഫീസിലേക്ക് ബ്ലൂ സ്പാരോ മിസൈൽ അടക്കം പ്രയോഗിച്ചു എന്ന നിർണായക വിവരമാണ് പുറത്തേക്ക് വരുന്നത്. 1000 കിലോമീറ്റർ അകലെയുള്ള ചെറിയ മേശ പോലുള്ള ടാർഗറ്റ് പോലും ഈ സ്പാരോയ്ക്ക് ലക്ഷ്യമിടാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. അത്രയധികം കൃത്യതയുള്ള മിസൈലാണ് ഖമൈനിയുടെ വധത്തിന് വേണ്ടി ഇസ്രായേൽ ഉപയോഗിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടത്. ഖമൈനി കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേലും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. US ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഖമൈനിയുടെ ഭാര്യയും കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഖമൈനിയുടെ മകൾ, പേരക്കുട്ടി, മരുമകൻ, മരുമകൾ എന്നിവരും US ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു.